ഒരു ശില പോലെ അവൾ അവനു പിന്നാലെ ചെന്നു. അവനരികിൽ ബുള്ളറ്റിലിരിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ തോർന്നിരുന്നില്ല. കുറച്ചു മുൻപ് അവളുടെ ജീവിതത്തിൽ നടന്നതൊക്കെ അവളുടെ മനസ്സിലൂടെ വന്നു. അവളതൊക്കെ ഓർത്തപ്പോൾ മനസ്സിൻ്റെ സമനില തെറ്റും പോലെ തോന്നി. കണ്ണുകൾ അടച്ച് അവൻ്റെ മുതുകിലേക്ക് ചാരിക്കിടന്നു. അതറിഞ്ഞിട്ടും അവനൊന്നും മിണ്ടാതെ അവളുടെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. വീടെത്തി, ഇറങ്ങ്, അവൻ അവളോട് പറഞ്ഞു. സാരി ഒതുക്കി പിടിച്ച് കൽപ്പടവുകൾ അവൾ ഓടിക്കേറി. ഹാളിൽ അച്ഛനെ കണ്ടതും അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു. അച്ഛാ, അച്ഛനൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല മോളെ, എൻ്റെ കുട്ടി രക്ഷപ്പെട്ടല്ലോ, അത് മാത്രം മതി ഈ അച്ഛന്. അപ്പോഴേക്കും അനന്തൻ അകത്തേക്ക് വന്നിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് മോനെ, അവളിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചതിന്. അവനതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഭദ്രയോട് പറഞ്ഞു, ആ കഴുത്തിൽ കെട്ടിയ ചരടിങ്ങ് അഴിച്ചെടുക്ക്. നിന്നെ അവിടുന്ന് രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തോണ്ട് കെട്ടിയതാ. അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. താലിയിൽ മുറുകെ പിടിച്ചു. ഞാൻ അഴിച്ചെടുക്കാം. അവൻ അവൾക്കരികിലേക്ക് നടന്ന് അവളുടെ അടുത്ത് നിന്നു. കഴുത്തിലേക്ക് കൈകൾ നീണ്ടു. പെട്ടെന്ന് അവൾ പിറകിലേക്ക് മാറി. മോനെ, വേണ്ട. ജയൻ അനന്തനെ തടഞ്ഞു. അറിയാതെയാണെങ്കിൽ പോലും മോൻ കെട്ടിയ താലിയാണത്. താലിയുടെ പവിത്രത മോൻ അറിയാമെന്ന് അച്ഛൻ വിശ്വസിക്കുക. മാധവിൻ്റെ മകന് എൻ്റെ മകളെ നൽകാമെന്ന് ഞാൻ വാക്ക് നൽകിയിരുന്നു. അവൻ തന്നെ എൻ്റെ മോളെ ചതിച്ചു. അനന്തനെ പറ്റി കൂടുതലൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്നിപ്പോൾ അറിയാം, എൻ്റെ മകൾ ഏറ്റവും കൂടുതൽ സുരക്ഷിതയായി ഇരിക്കുന്നത് മോൻ്റെ അടുത്ത് മാത്രമാകും. ഈ അച്ഛൻ്റെ അടുത്ത് പോലും അവളിനി സുരക്ഷിതയായിരിക്കില്ല. രാധിക ഇനിയും വന്നാൽ ഒന്ന് തടയാൻ പോലുമുള്ള ശക്തി ഇനി ഈ അച്ഛനില്ല. ഒരച്ഛൻ്റെ അപേക്ഷയാണ്, എൻ്റെ മകളെ മോൻ കൂടെ കൊണ്ടുപോകണം. അനന്തൻ്റെ മുന്നിൽ കൈകൂപ്പി ആ മനുഷ്യൻ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. അച്ഛൻ്റെ മകളെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കൂട്ടുവാ. ആരിൽ നിന്നും ഒരു പോറൽ പോലും ഇല്ലാതെ സംരക്ഷിച്ചു കൊള്ളാം, അവൻ അയാളോട് പറഞ്ഞു. ഭദ്ര ഞെട്ടലോടെ അവനെയും അച്ഛനെയും നോക്കി. എന്നിട്ട് മുറിയിലേക്കോടി വാതിൽ ചേർത്തടച്ചു. വാതിലിൽ ചാരി നിന്നവൾ പൊട്ടിക്കരഞ്ഞു. ഓർമ്മ വെച്ച നാൾ മുതൽ കണ്ണേട്ടൻ്റെ പെണ്ണ് എന്ന് മനസ്സിൽ പതിപ്പിച്ച് നടന്നു. പക്ഷേ അയാൾ തന്നെ തൻ്റെ ജീവിതം ഇത്രമേൽ കീഴ്മേൽ മറിക്കുമെന്ന് അവൾ കരുതിയില്ല. ഈ ലോകത്ത് ഈ ഭദ്ര ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് കണ്ണനെ മാത്രമാണ്. ഏറ്റവും വെറുത്തിരുന്ന ആൾ രക്ഷകനായി. ഇപ്പോൾ തൻ്റെ പാതിയും. അംഗീകരിക്കാനാവുമോ സാറിന്? ഇല്ല, ഭദ്രയുടെ ജീവിതത്തിൽ ഒരു പുരുഷൻ ഇനി സ്ഥാനമില്ല. സാറ് ചെയ്തതും തെറ്റ് തന്നെയല്ലേ? ഏതവസ്ഥയിലാണേലും എൻ്റെ സമ്മതമില്ലാതെ എൻ്റെ കഴുത്തിൽ താലി കെട്ടാമോ? അവളുടെ ഓർമ്മകളെ ഭേദിച്ചുകൊണ്ട് വാതിലിക്കൽ മുട്ടുകേട്ടു. മോളെ, വാതിൽ തുറക്ക്. അവൾ കണ്ണുകൾ അമർത്തി തുടച്ച് വാതിൽ തുറന്നു. മോളെ, അച്ഛൻ. വേണ്ടച്ച, പറയണ്ട. സാറിനൊപ്പം പോണമെന്ന് പറയാനല്ലേ അച്ഛൻ വന്നത്. പൊയ്ക്കോളാം, എവിടെ വേണേലും. ഞാൻ കാരണം എൻ്റെ അച്ഛൻ വേദനിക്കരുത്. അയാളുടെ നെഞ്ചിലേക്ക് തലചേർത്ത് വെച്ചവൾ പൊട്ടിക്കരഞ്ഞു. അയാൾ ഒന്നും മിണ്ടാതെ അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തലോടി. കരഞ്ഞു തീർക്കട്ടെ, മനസ്സിലുള്ളതൊക്കെ കണ്ണീരായി പുറത്തേക്ക് പോട്ടെ. കുറച്ചു നേരം കഴിഞ്ഞവൾ അച്ഛനിൽ നിന്നും അടർന്നു മാറി. അയാൾ തന്നെ അവളുടെ ഡ്രസ്സും സർട്ടിഫിക്കറ്റ്സും എടുത്ത് ബാഗിൽ വെച്ചു. പിന്നെ അവൾക്കായി കരുതിയിരുന്ന കുറച്ച് ആഭരണങ്ങളും. അവൾ വിദൂരതയിലേക്ക് കണ്ണു നട്ടിരുന്നു. മോളെ, വാ. അവളുടെ കയ്യിൽ പിടിച്ച് അയാൾ ഹാളിലേക്ക് നടന്നു. അവരെ കണ്ടതും അനന്തൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. ജയൻ അവളുടെ കൈ അവൻ്റെ കയ്യിലേക്ക് വെച്ചു. കരയിക്കരുത്, എൻ്റെ ജീവനാണ് ഞാനിപ്പോൾ മോനെ ഏൽപ്പിക്കുന്നത്, അയാൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അയാളെ നോക്കി പുഞ്ചിരിച്ചു. അയാളിൽ നിന്നും ബാഗ് വാങ്ങി അവളുടെ കയ്യിൽ കൊടുത്തു. അച്ഛൻ ഡെന്നീസിനൊപ്പം പിറകെ വന്നാൽ മതി. അയാൾ തലയാട്ടി. അവൻ ബൈക്കിനരികിലേക്ക് നടന്നു. അവൾ അച്ഛനെ നോക്കി. അവളുടെ കണ്ണുകൾ തോർന്നിരുന്നില്ല. ബുള്ളറ്റിലേക്ക് അവനരികിൽ ഇരിക്കുമ്പോൾ ഇനി തൻ്റെ ജീവിതം എന്താകുമെന്ന ചിന്തയിലായിരുന്നു അവൾ. പിന്നെ അച്ഛനെ ഒറ്റയ്ക്കാക്കുന്നതിലുള്ള വ്യാകുലതയും. അവന് പിന്നിലിരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. ധൈര്യത്തിനായി അവൻ കെട്ടിയ താലിയിൽ മുറുകെ പിടിച്ചു. അവൻ്റെ വീട്ടിലുള്ളവരുടെ പ്രതികരണം എന്താകുമെന്ന് അവൾ ചിന്തിച്ചു. വണ്ടി ഒരു ചെറിയ വളപ്പിലേക്ക് കയറി. അവൾ ചുറ്റും നോക്കി. ചെടികൾ നിറയെ പൂവിട്ട് നിൽക്കുന്നു. വീട്ടിലേക്ക് പോകുന്ന വഴി രണ്ട് സൈഡും ജമന്തി പൂക്കളുടെ സൗരഭ്യം അവളുടെ നാസിക തുമ്പിലേക്ക് അടിച്ചു കയറി. അവൾ ആ സൗരഭ്യം ഉള്ളിലേക്ക് വലിച്ചെടുത്തു.
വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ് അവിടെ നിറഞ്ഞു നിന്നത്. വീടിന് മുന്നിലേക്ക് അവൻ വണ്ടി നിർത്തി അവളോട് ഇറങ്ങാൻ പറഞ്ഞു. ഇറങ്ങിയിട്ട് അവൾ വീടിന് നേരെ നോക്കി. നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന വീടും മുറ്റവും നിറയെ ചെടികൾ പൂവിട്ട് നിൽക്കുന്നു. മുറ്റത്തൊരു വലിയൊരു മുത്തശ്ശൻ മാവ്. അതിൻ്റെ വേരുകൾ മുറ്റത്ത് ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാവിൻ്റെ ശിഖരങ്ങളും ഇലകളും കൊണ്ട് അവിടെയാകെ തണൽ തീർത്തിരുന്നു. കണ്ടിട്ടും മതി വരാതെ അവൾ ചുറ്റും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അകത്ത് നിന്ന് ഒരു വൃദ്ധൻ പുറത്തേക്ക് വന്നു. അയാൾ അവനെയും ഭദ്രയെയും നോക്കി. അയാളുടെ കണ്ണുകൾ അവളുടെ കഴുത്തിൽ കിടന്ന മഞ്ഞച്ചരടിലും താലിയിലും തങ്ങി നിന്നു. പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ഈ നാട്ടിലെ ആളല്ല എന്ന രീതിയിൽ വേറെ എവിടെയോ നോക്കി നിന്നു. അയാളൊന്ന് മൂളിയിട്ട് അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു. മോളെ, വിമലേ, ദാ നിന്റെ മോൻ വന്നു നിൽക്കുന്നു, കൂടെ ഒരു പെങ്കൊച്ചു. അകത്ത് നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്നു. നേരെ തൊടുത്ത് നെറ്റിയിൽ ഭസ്മം തൊട്ടിട്ടുണ്ട്. നീണ്ടു നിവർന്ന മുടി കുളിപ്പിന്നിൽ പിന്നി അറ്റം കെട്ടിയിട്ടുണ്ട്. ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന മുഖം. അവർ പുറത്തേക്ക് വന്ന് അവരെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും ഡെന്നിയും ജയകൃഷ്ണനും അവിടെ എത്തിയിരുന്നു. ആ അമ്മ തിരികെ വന്നത് 7 തിരിയിട്ട് കത്തിച്ച നിലവിളക്കുമായാണ്. പുറകെ പാവാടയും ബ്ലൗസുമിട്ട് ഒരു സുന്ദരി കുട്ടിയും. 15 വയസ്സ് പ്രായം കാണും. ആ കുട്ടി അവരെ ആരതി ഒഴിഞ്ഞു. അമ്മ അവരുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്തു. വലതുകാൽ വെച്ച് കയറിവാ മോളെ, അവർ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ നിലവിളക്കുമായി അവനൊപ്പം വലതുകാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറി. അവൾ നിലവിളക്ക് പിടിച്ച് അകത്തേക്ക് കയറി. മോളെ, ദാ അവിടെ വിളക്ക് വയ്ക്കുന്നത്, ചെല്ല്. അവർ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് അവൾ നടന്നു. അമ്മേ, അവൻ്റെ വിളി കേട്ട് വിമല തിരിഞ്ഞു നിന്നു. പുരികമുയർത്തി എന്താണെന്ന് ചോദിച്ചു. അമ്മ ഒന്നും ചോദിച്ചില്ല. അവൻ താഴേക്ക് നോക്കി പറഞ്ഞു. നിന്നെയാണോ ആ കുട്ടി താലി കെട്ടിയത്? നിന്ന് കളം വരയ്ക്കാതെ അവരെ അകത്തേക്ക് വിളിക്ക് ചെക്ക. ബാക്കിയൊക്കെ പിന്നെ സംസാരിക്കാം. എന്തേ? അവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. കഷ്ടം, നാട്ടിൽ വീരശൂര പരാക്രമി, അമ്മയുടെ മുന്നിൽ പാവം, അതിഥി പറഞ്ഞു. അമ്മയും മോളും കൂടി ചിരിച്ചു. അപ്പോഴേക്കും മുത്തശ്ശനും ഡെന്നിയും ജയനും അനന്തനും അകത്തേക്ക് വന്നു. ഭദ്ര പൂജാമുറിയിൽ നിന്നും. അമ്മേ, ഇത് ഭദ്രയുടെ അച്ഛനാണ്. അവൻ ജയനെ അവർക്ക് പരിചയപ്പെടുത്തി. 2 പേരും മുഖാമുഖം നോക്കിയതും 2 പേരും അമ്പരന്നു. അയാളുടെ മുഖം താഴ്ന്നു. വിമലയൊന്ന് ചിരിച്ചു. വാ, ഇരിക്കി. ഡെന്നി, ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? വേണ്ട അമ്മക്കുട്ടി, ദാ ഇരുന്നു. ഡി ആദി, പെട്ടെന്ന് പോയി ചായ ഇട്ടേ. ഡെന്നി പറഞ്ഞത് കേട്ട് അവനെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി. എന്തൊക്കെയുണ്ട് ചെയ്യട്ടാ, സുഖല്ലേ? വിമലയുടെ ചോദ്യം കേട്ട് എല്ലാവരും അവരെ നോക്കി. അയാൾ അവരെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഡെന്നി വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ജയേട്ടൻ്റെ മോളാണെന്ന്. വിധി വീണ്ടും എൻ്റെ മുന്നിൽ കൊണ്ടെത്തിച്ചു എല്ലാവരെയും. അവർ പറഞ്ഞു നിർത്തിയതും അനന്തൻ്റെ കണ്ണുകൾ വിമലയിലായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെ അറിയാം ഭദ്രയുടെ അച്ഛനെ? അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു. നിന്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ് ഭദ്രയുടെ അച്ഛൻ. വിമലെ, ഞാൻ അറിഞ്ഞിരുന്നില്ല. അവൻ നിന്നെ ചതിക്കുവാണെന്ന് അറിഞ്ഞപ്പോൾ വൈകിപ്പോയി. തേടി വന്നപ്പോഴേക്കും നിങ്ങൾ അവിടുന്ന് പോയിരുന്നു, അയാൾ കുറ്റബോധത്തോടെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ ജയേട്ടാ. എനിക്ക് ജയേട്ടനോട് വെറുപ്പോ വിദ്വേഷമോ ഇല്ല. പക്ഷെ അയാളോട് ക്ഷമിക്കാൻ ഈ വിമലയ്ക്ക് പറ്റില്ല. ജയേട്ടൻ്റെ മോൾ ഇവിടെ സുരക്ഷിതയായിരിക്കും, അവർ പറഞ്ഞു. അയാൾ നന്ദിയോടെ അവരെ നോക്കി. ഏറെക്കുറെ അവരുടെ സംസാരത്തിൽ നിന്ന് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഞാൻ ഇറങ്ങട്ടെ, അയാൾ തൊടുകൈയോടെ എഴുന്നേറ്റു. ചായ കുടിച്ചിട്ട് പോകാം, മുത്തശ്ശൻ പറഞ്ഞു. ഞാൻ നാളെ വരാം, എനിക്ക് കുറച്ച് പേരെ കാണാനുണ്ട്, കൂടെ നിന്ന് കാലു വാരിയവരെ. പറഞ്ഞിട്ട് അയാൾ എഴുന്നേറ്റ് ഭദ്രയുടെ അരികിൽ ചെന്നു. ഇത്രയും നേരം അച്ഛൻ്റെ നെഞ്ചിൽ തീയായിരുന്നു മോളെ, പക്ഷേ ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാ നീ എത്തിയത്. അച്ഛാ, അവൾ അയാളെ വിളിച്ച് കരഞ്ഞു. അച്ഛൻ പോയിട്ട് നാളെ വരാം മോളെ. അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് അയാൾ പുറത്തേക്ക് നടന്നു. പുറകെ ഡെന്നിയും. നന്ദുട്ടാ, മോളെ മുറിയിലേക്ക് കൊണ്ടുപോ. വാ. അവളുടെ ബാഗ് എടുത്തുകൊണ്ട് അവൻ മുറിയിലേക്ക് പോയി. പിറകെ അവളും. അവൾ അകത്ത് കയറിയതും അവൻ വാതിൽ ചേർത്തടച്ചു. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. എൻ്റെ ഭാര്യയായി കഴിയാമെന്നായിരിക്കും വിചാരം. ഈ വീട്ടിൽ വന്ന അതിഥി, പിന്നെ എൻ്റെ സ്റ്റുഡൻറ്റും, കേട്ടല്ലോ. ദേഷ്യത്തോടെ അവളുടെ ബാഗ് ബെഡിലേക്കിട്ട് അവൻ ബാത്റൂമിലേക്ക് കയറി ഡോർ അടച്ചു. ഇതെന്ത് സാധനമെന്ന് അമ്പരന്ന് അവൻ പോയ വഴി നോക്കി അവൾ നിന്നു.
അവൾ ബെഡിലേക്കിരുന്നു. തലയാകെ പൊട്ടിപ്പിളർക്കുന്ന വേദന. അച്ഛൻ മിഥുനെ കാണാനാവോ പോയത്? എങ്ങനെയാവും സാറിൻ്റെ അമ്മയെ അച്ഛന് പരിചയം? അച്ഛൻ്റെ പ്രിയ സ്നേഹിതൻ മാധവൻ അങ്കിളാണല്ലോ. പല ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അവളുടെ തലയിൽ എന്തോ വീണതുപോലെ തോന്നി. അവൾ തിരിഞ്ഞു നോക്കി. തലയിണ താഴെ കിടക്കുന്നത് കണ്ടപ്പോൾ അത് വെച്ച് അവൻ എറിഞ്ഞതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി. നീ എന്താലോചിച്ചിരിക്കുക? എത്ര നേരമായി വിളിക്കുന്നു? ദേഷ്യത്തിൽ അവൻ ചോദിച്ചു. പോയി കുളിക്കടി. ബാത്റൂമിലേക്ക് വിരൽ ചൂണ്ടി അവൻ പറഞ്ഞു. അവൾ കണ്ണടച്ച് തുറന്നു. ഞാൻ സാറിൻ്റെ ആരുമല്ലല്ലോ, അതിഥിയല്ലേ. എടി പൊടിയെന്നൊന്നും എന്നെ വിളിക്കണ്ട. എനിക്ക് എൻ്റെ അച്ഛൻ നല്ല ഒന്നാന്തരം പേരിട്ടിട്ടുണ്ട്. ചുണ്ടുകൂട്ടി തോർത്തും ബാഗിൽ നിന്ന് ഒരു ചുരിദാറും എടുത്തവൾ ബാത്റൂമിലേക്ക് കയറി വാതിൽ വലിച്ചടച്ചു. കുറുമ്പി. അവൻ പുഞ്ചിരിച്ചു. നിന്നെ ആ പഴയ ഭദ്രയിലേക്ക് കൊണ്ടുവരണം. അതിന് ഞാൻ ഇതുപോലെ നിന്നാലേ ശരിയാവൂ. അവനൊന്ന് ചിരിച്ചിട്ട് ഫോൺ കയ്യിലെടുത്ത് ഡെന്നീസിൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഡാ, നീ എവിടെയാ? അങ്കിളിനെ കൊണ്ടാക്കിയോ? വീട്ടിൽ വിട്ടിട്ടാണടാ ഞാൻ വന്നത്. ഓഫീസിലേക്ക് പോവാ. എന്താടാ? ഡാ, എനിക്കൊരാളെ കയ്യിൽ കിട്ടണം. കേവലം പൈസയ്ക്ക് വേണ്ടി എൻ്റെ പെണ്ണിനെ നോവിച്ച അവനെ, മിഥുനെ. അനന്തൻ ദേഷ്യത്തിൽ കൈ ചുരുട്ടി. അവനെ കയ്യിൽ കിട്ടിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം പറഞ്ഞിട്ട് ഡെന്നി കോൾ കട്ട് ചെയ്തു. മുഷ്ടി ചുരുട്ടി അവൻ നോക്കിയത് ഭദ്രയുടെ മുഖത്താണ്. പീക്കോക്ക് ബ്ലൂ ചുരിദാറിൽ അവൾ കുറച്ചുകൂടി സുന്ദരിയായി തോന്നി അവന്. ഇടതൂർന്ന മുടി തോർത്തിനാൽ തോർത്തി പിന്നിലേക്ക് കുളിപ്പിന്നൽ പിന്നിയിട്ടു. അപ്പോഴേക്കും വാതിലിൽ മുട്ട് കേട്ട് അവൻ അവളിൽ നിന്ന് കണ്ണുകൾ പിൻവലിച്ചു. അവൻ വാതിൽ തുറന്നപ്പോൾ അവനെ തള്ളി മാറ്റി ആദ്യ അകത്തേക്ക് കയറി വന്നു. അവളുടെ കയ്യിലുള്ള സാധനങ്ങൾ ടേബിളിൽ വെച്ചു. കൺമഷിയും പൊട്ടും സിന്ദൂരവും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ എന്താടി? അവൻ്റെ ചോദ്യം കേട്ട് അവൾ അവനെ നോക്കി. അതെന്തിനാ ഏട്ടൻ അറിയുന്നേ? ഒന്നും മിണ്ടാതെ അവിടെ വല്ലതും പോയി ഇരിക്കെ. ഇത് ഞങ്ങൾ നാത്തൂനും കൈകാര്യം ചെയ്തോളാം. അതെ അതെ, 2 നത്താണ്. 2 കൊമ്പ് കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ദേ നന്ദ, മിണ്ടാതെ ഇരുന്നോണം. ആദി ചുണ്ടിൽ വിരൽ വെച്ച് പറഞ്ഞു. ഉത്തരവ്. അതും പറഞ്ഞിട്ട് അവൻ ബെഡിലേക്കിരുന്നു. ഭദ്രയുടെ കണ്ണുകളിൽ കൺമഷി നീട്ടിയെഴുതി ഒരു കറുത്ത ചെറിയ പൊട്ടും അവളുടെ നെറ്റിയിലേക്ക് ഇട്ടുകൊടുത്തു ആദി. എന്നിട്ട് അവന് നേരെ തിരിഞ്ഞു. ദേ നന്ദുട്ടാ, ഇങ്ങ് വന്നേ. എന്താടി? ഇങ്ങോട്ട് വരാൻ. അവൾ ദേഷ്യപ്പെട്ടു. ആദി എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കണം. കാരണം അവൾ അത്രമേൽ അവന് പ്രിയപ്പെട്ടതാണ്. അവൻ എഴുന്നേറ്റ് അവർക്കരികിലേക്ക് ചെന്നു. അവൾ സിന്ദൂരച്ചെപ്പ് തുറന്ന് അവന് നേരെ നീട്ടി. ഇതെന്തിനാ? അവൻ അവളോട് ചോദിച്ചു. സിന്ദൂരം എന്തിനാ? ഏട്ടത്തിയുടെ നെറ്റിയിൽ ഇട്ടുകൊടുത്തേ. പിന്നെ എനിക്കൊന്നും വയ്യ. അത് അവൾ തന്നെ ഇട്ടോളും. അല്ലേ നീ ഇട്ട് കൊടുക്ക്. അയ്യടാ, ഞാനല്ലേ ഏട്ടത്തിയെ കെട്ടിയത്. നന്ദൂട്ടാ. അവളുടെ ആ വിളിയിൽ അവൻ ചെപ്പിൽ നിന്നും ഒരു നുള്ളു സിന്ദൂരമെടുത്ത് ഭദ്രയുടെ സീമന്തരേഖയിൽ ചാർത്തി. 2 പേരുടെയും കണ്ണുകൾ തമ്മിലുടക്കി. തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം 2 പേരും നോക്കി നിന്നു.